ഇടതുപക്ഷം കൂടി ഹിന്ദുത്വ വഴിയിലേക്ക് നീങ്ങരുതെന്ന് കവിയും സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ കെ സച്ചിദാനന്ദൻ. അതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയെ എതിർത്തത്. മരണം വരെ താൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിരിക്കുമെന്നും അദ്ദേഹം ഷാർജ പുസ്തകോത്സവത്തിൽ പറഞ്ഞു. ഞാൻ അടിസ്ഥാനപരമായി തന്നെ വലതുപക്ഷ ആശയങ്ങൾക്ക് ഹിന്ദുത്വ ഇന്ത്യ എന്ന സങ്കല്പത്തിന് എതിരായ ഒരാളാണ്. മരിക്കുന്നവരെ ഇനി മരിക്കാൻ അധികം കാലമില്ല, എതിരായിരിക്കുകയും ചെയ്യും. അങ്ങോട്ട് ഇടതുപക്ഷം കൂടി അങ്ങോട്ട് നീങ്ങിയാൽ പിന്നെ നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. പണത്തിന് വേണ്ടി എന്ന് പറയുന്നത് നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാവുമോ? ഇടതുപക്ഷം കൂടി ഹിന്ദുത്വത്തിലേക്ക് നീങ്ങിയാൽ രക്ഷയില്ലാതാകുമെന്നും പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുതെന്നുമാണ് PM ശ്രീയിൽ സർക്കാരിനുള്ള സച്ചിദാനന്ദന്റെ വിമർശനം. എതിർപ്പുകൾ തുറന്നു പറയുമെന്ന് മുൻകൂട്ടി അറിയിച്ചാണ് സാഹിത്യ അക്കാദമി പ്രസിഡന്റായത്. ചരിത്രം മാറ്റിയെഴുതുന്ന കാലമാണ് ഇതെന്നും ഡൽഹിയിൽ വെച്ചാണ് ഇതേക്കുറിച്ച് സംസാരിക്കേണ്ടതെന്നും സച്ചിദാനന്ദൻ. ഓർമ്മകൾ മാഞ്ഞു പോവുക മാത്രമല്ല, ഓർമ്മകളെ മായ്ക്കാനും ശ്രമിക്കുന്ന ഒരു കാലത്താണ്. ഞാനിത് ഷാർജയിലല്ല പറയേണ്ടത്, ഡൽഹിയിലാണെന്ന് എനിക്കറിയാം. നമ്മുടെ ഭൂതകാലത്തെ മുഴുവൻ തന്നെ മാറ്റാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി. ഞാൻ 30 വർഷം ഡൽഹിയിൽ കഴിച്ച ഒരാളെന്ന നിലയ്ക്ക് നിസ്സംശയം പറയാൻ കഴിയും. സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനത്താൽ പുതിയ ഭാഷകളും കവികളും ഉണ്ടായെന്നും പുസ്തകോത്സവത്തിൽ സച്ചിദാനന്ദൻ പറഞ്ഞു. കവി അനൂപ് ചന്ദ്രൻ മോഡറേറ്റർ ആയിരുന്നു. പോയ വർഷമേ പോകൂ, പുതുവർഷമേ വരൂ, കാലമേ ഉരുട്ടുക അനന്തമാമി ചക്രം. മാതൃഭൂമി ന്യൂസ്, ഷാർജ.